എൻ്റെ കൂടെ വന്നിട്ടുള്ളത് രാജലക്ഷ്മി സിവിൽ വിഭാഗം HOD, അഭിജിത്ത് മെക്കാനിക്കൽ വിഭാഗം HOD, ഷിജു കോർഡിനേറ്റർ, ദെൻ PTA എക്സിക്യൂട്ടീവ് ബിജു. രാജലക്ഷ്മി, അഭിജിത്ത് ഷിജു വർഗീസ്, അഭിജിത്ത് തുടങ്ങിക്കോട്ടെ. കേരളത്തിലെ അക്കാദമിക്കലി വളരെ നിലവാരമുള്ളതും ചരിത്രപരമായി വളരെ നല്ല പാരമ്പര്യം ഉള്ള ഒരു പോളിടെക്നിക്കാണ് മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് 1946 വാർ ടെക്നീഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. പിന്നീട് 1947 3 ബ്രാഞ്ചുകളോടുകൂടി ഈ സ്ഥാപനം തുടങ്ങി. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നീട് 1964 ഈ സ്ഥാപനം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ പോളിടെക്നിക്കുകളിൽ ഒന്നായി മാറി. ഇനി ഇവിടെ 5 ബ്രാഞ്ചുകളാണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ആകെ 931 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 130ഓളം സ്റ്റാഫുകളും ഉണ്ട്. ഇവിടെ അക്കാദമിക്കലി കേരളത്തിൽ തന്നെ നല്ല നിലവാരം പുലർത്തുന്ന കോളേജാണ്. ഏകദേശം 73% കഴിഞ്ഞ വർഷം ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ 90ഓളം പേര് വിവിധ പ്രശസ്ത കമ്പനികളിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 40ഓളം പേര് ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പോളിടെക്നിക്കിൻ്റെ ഒരു പരിമിതി എന്തെന്നാൽ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സ്ഥല പരിമിതിയുണ്ട്. അതുപോലെ തന്നെ വളരെ മുമ്പ് തുടങ്ങിയ സ്ഥാപനം ആയതുകൊണ്ട് കെട്ടിടത്തിനുള്ള പരിമിതിയുമുണ്ട്. അപ്പോൾ ഈ പരിമിതികൾ പരിഹരിക്കുന്നതിനുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ ഞങ്ങൾ. അതിനായി ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ജനുവരി 17 രാവിലെ 11:30 മണിക്ക് MLA P. ബാലചന്ദ്രൻ അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ R. ബിന്ദു അവർ പണി പൂർത്തീകരിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും പണി തുടങ്ങുന്ന സിവിൽ എഞ്ചിനീയറിംഗ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കുന്നു. ആയതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. രാജലക്ഷ്മി, സിവിൽ വിഭാഗം HOD. പണി പൂർത്തീകരിച്ച ഈ ബിൽഡിങ്ങിന്റെ 3.58 കോടി തുക ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് ഫേസിൽ ഉള്ള ബിൽഡിംഗ് ആണ്. ഇനി സെക്കൻഡ് ഫേസിൽ പണി പൂർത്തീകരിക്കേണ്ട ബിൽഡിംഗ് 1-2 സ്റ്റേജുകളിലായിട്ട് പണി പൂർത്തീകരിക്കേണ്ട ബിൽഡിംഗ് ഉണ്ട്. അതിന് 4.65 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ സിവിൽ വിഭാഗത്തിന്റെ അക്കാദമിക് ബ്ലോക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു സ്റ്റേജും കൂടി നടക്കേണ്ടത് ഉണ്ട്. അതും കൂടി ആവുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് സൗകര്യങ്ങളൊക്കെ ആകുമെന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. അത് കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതൽ മാറ്റങ്ങൾ വരാനായിട്ട് പൈതൃക ബിൽഡിംഗ് ആയതുകൊണ്ട് മാറ്റങ്ങൾ വരാൻ സാധിക്കില്ല. സംരക്ഷിക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്.
നിലവിൽ നമ്മൾ 3.58 കോടി വകയിരുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ഒന്നാമത്തെ നിലയിൽ വർക്ക്ഷോപ്പാണ് വരുന്നത്. നമുക്കറിയാം വർക്ക്ഷോപ്പ് വളരെ പൈതൃകം ഉള്ള അതിലുള്ള പല കാര്യങ്ങളും പൈതൃകത്തിൽപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പ് സൂപ്രണ്ടിന്റെ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ നിലയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് റൂമുകളാണ്. 3 ക്ലാസ് റൂമുകളും അതോടൊപ്പം തന്നെ ക്യാഡ് ലാബ്, അതുപോലെ തന്നെ സെമിനാർ ഹാള്, അതുപോലെ തന്നെ HOD റൂം, സ്റ്റാഫ് റൂം എന്നിവയാണ് രണ്ടാമത്തെ നിലയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അന്ന് കുറെ കാലങ്ങൾക്ക് ശേഷമായിട്ട് ആദ്യമായിട്ട് MTയിൽ ഒരു ടെക് ഫെസ്റ്റ് നടത്തിയിരുന്നു, ടെക് കോറ എന്ന് പറഞ്ഞിട്ട്. അന്ന് അതിന്റെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ആ സപ്പോർട്ട് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. അന്ന് MLA ഉദ്ഘാടനം ചെയ്ത ടെക് ഫെസ്റ്റ് ഞങ്ങൾ 2 ദിവസമായിട്ട് നടത്തിയിരുന്നു. ഈ വർഷം ഞങ്ങൾ നടത്തുന്നുണ്ട് 15-16 ഈ ഇനാഗ്രേഷൻ തൊട്ട് മുമ്പായിട്ട്. കുട്ടികളുടെ വിവിധ പ്രൊജക്റ്റുകളും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചേർന്ന് 2 ദിവസമായിട്ട് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്, അതിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹായവും സഹകരണവും ഏറ്റവും കൃത്യമായ രീതിയിൽ ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. PTA എന്നുള്ള നിലയ്ക്ക് 1-2 കാര്യങ്ങൾ കൂടി പറയാം. വളരെ പരിമിതികളുള്ള ഒരു സ്ഥാപനമാണ് MTA. കാരണം സ്ഥല സൗകര്യം തീരില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. മറ്റൊരു പ്രശ്നം, 2 ക്യാമ്പസുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത്. പെരിങ്ങാവ് ക്യാമ്പസിൽ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡും തേർഡും ഇവിടെ MTAയുടെ ഓൾഡ് ക്യാമ്പസിലാണ്. ഇപ്പോഴും നമുക്ക് സ്ഥലത്തിന്റെ വലിയ പരിമിതികളുണ്ട്. കോളേജുകൾക്ക് ഇത്ര സ്ഥലം വേണം എന്നുള്ള നിബന്ധനകളൊക്കെ ഉള്ള കാരണം കൊണ്ട് അതിന്റെ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളൊരു പ്രപ്പോസൽ ഇപ്പോ ഇനി മന്ത്രിസഭയ്ക്ക് കൊടുക്കാൻ പോവാണ്. എന്തായാലും MTAയുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് സ്ഥലം, MTAയുടെ ഉദ്ദേശിക്കുന്ന സ്ഥലം തെറ്റിദ്ധരിക്കണ്ട, മുഴുവനല്ല. നമ്മുടെ ഹോസ്റ്റല് നമ്മുടെ സ്കൂളിന്റെ ബാക്കിലാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്ന അപ്പുറത്തൂടെയാണ് വഴി. MTAയുടെ ഫ്രണ്ട് വശത്ത് നിൽക്കുന്ന ഒരു ഏക്കറയോളം വരുന്ന സ്ഥലം നമ്മളൊരു പ്രപ്പോസൽ കൊടുക്കുകയാണ്. ഈ റോഡിനോട് ചേർന്ന് കിടക്കണം, കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കുകയില്ല എന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാലും നമ്മളത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടി സ്ഥലം കിട്ടിയാൽ MTAക്ക് കുറച്ചും കൂടി സൗകര്യമാവും. ഇപ്പൊ ഹോസ്റ്റലിലേക്ക് ആ ബാക്കിലത്തെ കുറച്ച് ചെറിയൊരു വഴി കൂടിയാണ് കുട്ടികളൊക്കെ പോകുന്നത്. ഇനിയിപ്പോ MTAയുടെ കലോത്സവങ്ങൾ വരെയാണ് വർഷം. തൃശ്ശൂർ തന്നെയാണ് ഇപ്രാവശ്യം 20-ാം തീയതി 22-ാം തീയതി അതും കലോത്സവങ്ങളൊക്കെ വരികയാണ്. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ബിൽഡിംഗ് പണി കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. ബിൽഡിംഗ് പൊളിച്ചു പോയിട്ട് പണി കഴിഞ്ഞിട്ട് അത് കുറച്ച് നാളോടെ പെൻഡിങ്ങിൽ വന്നു. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ PTA എന്നുള്ള നിലയ്ക്ക് നേരിട്ട് ഇടപെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഇത് അടിയന്തരമായിട്ട് CM മീലിക്ക് ഞങ്ങൾ കോൾ ചെയ്തു, വിവരം പറഞ്ഞു. ഒരാഴ്ചയിനുള്ളിൽ PWDക്കാർ കെട്ടിടം കൈമാറി വൈദ്യുതി നടപടികളൊക്കെ സ്പീഡിലാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ പ്രോസസ്സിൽ എത്തി നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ പരിപാടി കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ പരിപാടി നല്ല ഭംഗിയായി തീർക്കാനുള്ള ശ്രമത്തിലാണ് അധ്യാപകരും PTയും കുട്ടികളെല്ലാവരും. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക.